ഇന്നത്തേതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതാ ഞാൻ വേഗം വരാനും വരെയൊക്കെ അടിച്ചിട്ട് നമ്മുടെ മുറിയൊക്കെ ഒന്ന് തുടച്ചിടുവാണ് കേട്ടോ. മുറി ഹോള് മാത്രമേ തുടച്ചിട്ടുള്ളൂ വിളക്ക് കത്തിക്കണേ മുന്നേ ആയിട്ട്. ഇന്ന് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അമ്മക്ക് ഓഫായിരുന്നു. അപ്പം അമ്മ വിളക്ക് കത്തിക്കണേ മുന്നേ ഞാനൊന്ന് വേഗം ഒന്ന് തുടച്ചിടുവാണ് കേട്ടോ. വൈകുന്നേരമാണ് ഇന്നെ പണി തുടങ്ങിയെന്ന് വേണം കേട്ടോ പറയാനായിട്ട്. കാരണം ഇന്നലെ രാത്രി തൊട്ട് നല്ല തലവേദനയായിരുന്നു. മൈഗ്രെയിൻ നമ്മുടെ കൂടപ്പുറപ്പാണേ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2-3 ദിവസമായി സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് ഇന്നാണ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയത് കേട്ടോ. വേഗം ശങ്കരീനെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ഞാൻ ആകപ്പാടെ ഒന്ന് ഡൗൺ ആയിരുന്നു. പിന്നെ ശങ്കരി വന്ന് കുത്തി എഴുന്നേൽപ്പിച്ചപ്പോഴാണ് കേട്ടോ എഴുന്നേച്ചത്. അവളുടെ കൂടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ടെങ്കിലും ഞാൻ ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം എണീറ്റ് വന്നു. പിന്നെ കിടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എണീറ്റ് വന്ന് അമ്മ ദാ വിളക്കൊക്കെ കത്തിച്ചു. ഞാനെന്താ സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ നാമം ചെല്ലാനായിട്ട് ഇരിക്കുകയായിട്ട് ചെയ്തത്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ വരുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖങ്ങളായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് പോട്ടെ. ഞങ്ങൾ നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ശങ്കരിക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും ആൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ പോയിട്ട് വാട്ടർ മെലൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു, ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തച്ചിനിരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചിട്ടോ. ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് വാ ഹോംവർക്ക് ചെയ്യാൻ പോവാന്നൊക്കെ. അപ്പം അമ്മ ഇപ്പം കഴിച്ച് എന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വേഗം കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാനിരുന്നിട്ടോ. ഹോംവർക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ട, അത് ഒരുപാടുണ്ടാവും കേട്ടോ. പഠിക്കാനാണെങ്കിലും പിറ്റേ ദിവസത്താണെങ്കിലും ചെറിയ എക്സാം മിസ് ഇടാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാവും. പിന്നെ ആ ശ്രീജി വന്നു വേഗം തന്നെ ചാൾക്ക് ചായയൊക്കെ കൊടുത്തു. അമ്മ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശങ്കരിക്ക് ചോറും കൊടുത്തു. ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചിട്ട് വേഗം കിടക്കാനായിട്ട് നോക്കിയത്. കിടക്കണേ മുന്നേ നമ്മുടെ മെയിൻ പരിപാടി ഗുളിക അത് കഴിക്കണ്ടേ. അപ്പോൾ ആ ശങ്കരിയെ ഗുളികേനെ അച്ഛനമ്മ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ആളിതാ എനിക്ക് വായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗുളികയൊക്കെ എടുത്ത് തരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഗുളികയൊക്കെ കഴിച്ച് ഈശ്വര തലവേദന ഒന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന്